إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أحبتي في الله أوصيكم بما وصى الله به الأولين والآخرين وقال تعالى ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله فاتقوا الله في السر والعلانية. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ സാമൂഹിക ജീവിതത്തിൽ ഒരു മനുഷ്യൻ, വിശിഷ്യ ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ട, പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ, തിരുസുന്നത്തിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മാതാപിതാക്കളോട്, മുതിർന്നവരോട്, അയൽവാസികളോട്, കുടുംബങ്ങളോട്, ഇങ്ങനെ തുടങ്ങി ഓരോരുത്തരോടുമുള്ള ഹക്കും ബാധ്യതയും കടപ്പാടുകളും ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ അടുത്തു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ കൂട്ടുകാരൻ, ചങ്ങാതി, ഫ്രണ്ട്, ആ നിലക്ക് ആരുമായി കൂട്ടുകൂടണം, ആരുമായി ചങ്ങാത്തം കൂടണം, ആരുമായി സഹവസിക്കണം എന്നതിന് കൃത്യമായ ഒരു നിർദ്ദേശം വിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മളൊക്കെ പറയാറുണ്ട്, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ഇങ്ങനെയൊക്കെ തുടങ്ങി. ഇദാ കുൻത ഫീ ഖൗമിൻ ഫസാഹിബ് ഖിയാറഹും, നീ ഒരു വിഭാഗത്തിലാണെങ്കിൽ അതിൽ നല്ല ആളുകളോടൊപ്പം ചേരുക. ഫലാ തസ്ഹബിൽ അർദ ഫതർദ മഅർദി, വളരെ മോശം ആളുകളുമായാണ് നിന്റെ കൂട്ടുകൂടൽ എങ്കിൽ നീ വളരെ മോശപ്പെട്ടവനായി തീരും. അതുകൊണ്ട് തന്നെ അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി, ഒരാളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അയാളെ കുറിച്ചല്ല, അയാളുടെ കൂട്ടുകാരനെ കുറിച്ച് ചോദിക്കുക. ഫകുല്ലു ഖരീനിൻ ബിൽ മഖാരിനി യഖ്തദി, ആരുമായാണോ കൂട്ടുകൂടുന്നത് അവരുടെ ആശയങ്ങളും അവരുടെ സ്വഭാവങ്ങളും അവരുടേതായ ശീലങ്ങളും ഒക്കെ കൂട്ടുകാരിൽ ഉണ്ടാകുമെന്ന്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയത് അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ മതത്തിലാണ്. ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നോക്കണം ആരുമായാണ് കൂട്ടുകൂടുന്നത്, ചെങ്ങാത്തം കൂടുന്നത്. എന്റെ ഫ്രണ്ട് ആരാണ്, എന്റെ സ്വാഹിബാരാണ്, സദീഖ് എന്നാണ് അറബിയിൽ പറയുന്നത്. സിദ്ഖ്, സത്യസന്ധമായി. യുസദ്ദിഖുക ഫിൽ മഹബ്ബ, ഇഷ്ടത്തിൽ, നിന്നോടുള്ള സ്നേഹത്തിൽ സത്യസന്ധത പുലർത്തുന്ന, നന്മയോട് സഹകരിക്കുന്ന, നന്മയിലേക്ക് നിന്നെ കൊണ്ടുവരുന്ന, ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടാവുക എന്നത് അത് ജീവിതത്തിൽ ആവശ്യമാണ്. ഇസ്ലാം അത് പഠിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ് സാദിഖീൻ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ സത്യസന്ധരോടൊപ്പം ആവണം, നന്മ ചെയ്യുന്ന നല്ല ആളുകളോടൊപ്പം. അതല്ലേ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. സൂറത്തുൽ കഹ്ഫ് ഒരുപാട് പാഠങ്ങൾ അതിലുണ്ട്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹ വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു ഫകാന അംറുഹു ഫുർത. സഹോദരങ്ങളെ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്, വസ്ബിർ നഫ്സക്, നബിയെ നിങ്ങളുടെ മനസ്സിനെ നീ ക്ഷമയോടെ സഹനത്തോടുകൂടി പിടിച്ചു നിർത്തണം. ആരോടെ കൂടെയാണ്? സമ്പത്തുള്ള, അധികാരമുള്ള, ജനങ്ങൾക്കിടയിൽ പേരും പ്രശസ്തിയുമുള്ള വലിയ ആളുകളോടൊപ്പമാണോ? അല്ല. പ്രഭാതത്തിലും പ്രദോഷത്തിലും റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ഇബാദത്ത് ചെയ്യുന്ന ആ പാവങ്ങളായ ആളുകളുണ്ടല്ലോ, നിങ്ങളുടെ കൂടെ വിശ്വസിച്ച് ചേർന്ന ഇസ്ലാമിന്റെ വിശ്വാസികളായ ആളുകൾ, അവരോടൊപ്പമാണ്. ഐഹിക ജീവിതത്തിലെ അലങ്കാരങ്ങൾ ലക്ഷ്യമാക്കുന്നതിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ തെറ്റിപ്പോകരുത് നബിയെ. നിങ്ങൾ ഈ പാവങ്ങളോടൊപ്പമാണ്. അവര് പള്ളിയിൽ വരുന്നു, നമസ്കരിക്കുന്നു, ദീന് പഠിക്കുന്നു, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന നിഷ്കളങ്കരായ ആളുകളുണ്ടല്ലോ, അവർക്ക് പ്രതാപം, വലിയ സമ്പത്തോ സ്ഥാനമാനങ്ങളോ ഒന്നുമില്ല. അങ്ങനെയുള്ളവരോടൊപ്പമാണ് നബിയെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അടക്കി നിർത്തേണ്ടത്. നോക്കൂ നിങ്ങൾ, എത്ര വലിയ അധ്യാപനമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായുള്ള ആ ഒരു സഹവാസത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഏറ്റവും നല്ലൊരു കൂട്ടുകാരന്റെ പ്രത്യേകതയാണത്. ഹദീസുകളിലേറെ കാണാൻ സാധിക്കും. ഇന്നമാ മസലുൽ ജലീസി സ്വാലിഹി വജലീസി സൂ. ഒരു നല്ല കൂട്ടുകാരന്റെയും ഒരു ചീത്ത കൂട്ടുകാരന്റെയും ഉപമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത് കഹാമിലിൽ മിസ്കി വനാഫിഖുൽ കീർ. ഒരു അത്തർ വിൽപ്പനക്കാരന്റെയും ഒരു ബ്ലാക്ക് സ്മിത്ത്, കൊല്ലപ്പണിക്കാരൻ, ആയുധമുണ്ടാക്കുന്ന ആളുമായി കൊണ്ടാണ് നല്ല കൂട്ടുകാരനെയും ചീത്ത കൂട്ടുകാരനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത്. ഫഹാമിലുൽ മിസ്ക്, കസ്തൂരി വിൽപ്പനക്കാരൻ, ഇമ്മ അൻ യഹ്ദിയക, ഒന്നെങ്കിൽ നിനക്ക് അയാൾ ഇങ്ങനെ തരും, അയാളുടെ അടുത്ത് പോയി നിന്നാൽ ഇങ്ങനെ ടച്ച് ചെയ്തു തരും. അല്ലെങ്കിൽ നീ അയാളുടെ അടുത്ത് നിന്ന് സുഗന്ധം വാങ്ങും, കസ്തൂരിയും മറ്റും സുഗന്ധങ്ങൾ, പെർഫ്യൂം. ഒന്നും അല്ലെങ്കിൽ നല്ല സ്മെല്ല് അവനിൽ നിന്നുണ്ടാവും. ഇതാണ് നല്ല കൂട്ടുകാരുടെ ഉപമ. നമുക്കറിയാലോ, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുന്നു പറയുന്നത്. ആരുമായാണോ കൂടുന്നത് അവരുടെ സ്വഭാവവും പെരുമാറ്റവും അവരിൽ എന്താണുള്ളത് അത് നമ്മിൽ പ്രതിഫലിക്കും. സഹോദരങ്ങൾ, എത്ര ആളുകളാണ് വനാഫിഖുൽ കീർ, മോശം കൂട്ടുകാരനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് ബ്ലാക്ക് സ്മിത്ത്, കൊല്ലപ്പണിക്കാരൻ, ആയുധങ്ങൾ ഉണ്ടാക്കുന്നത്. ഇമ്മാ യഹ്രിഖ സിയാബക, ഒന്നുകിൽ നിന്റെ വസ്ത്രം കരിഞ്ഞു പോകും, തീ അതിന്റെ അടുത്ത് പോയി നിന്നാൽ. വഇമ്മാ അൻ തജിദ റീഹൻ ഖബീസ, അല്ലെങ്കിലോ നിനക്ക് മോശമായ ഒരു സ്മെല്ലാണ് അവിടെ നിന്നുണ്ടാകും. നോക്കൂ സഹോദരങ്ങളെ, എത്ര നല്ല മനുഷ്യന്മാരാണ്, നല്ല ആളായിരുന്നു, പക്ഷെ കൂട്ടുകാരനാണ് നശിപ്പിച്ചത്. അയാളെ കൊണ്ടുപോയി വളരെ ഈ മോശമായ അവസ്ഥയിലേക്ക് എത്രയോ ആളുകളുണ്ട്. എന്താ? ലഹരിക്കടിമപ്പെട്ട് അതുപോലെ തന്നെ അക്രമങ്ങൾക്കും തിന്മകൾക്കുമൊക്കെ കാരണക്കാരായി തീർന്നത് എന്തേ? കാരണം ഈ കൂട്ടുകാരനാണ് നശിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളും ശ്രദ്ധിക്കണം, നമ്മുടെ മക്കളും ആരുമായാണ് കൂട്ടുകൂടുന്നത് എന്ന് കൃത്യമായി നമ്മൾ ആലോചിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ ഉതിയൽ അബ്ദു ബഅദൽ ഇസ്ലാം, ഒരാൾ മുസ്ലിം ആയതിനു ശേഷം അയാൾക്ക് നൽകപ്പെട്ട ഒരു നന്മയുമില്ല, നിഅമത്തുൻ ഖൈറൻ മിൻ അഖിൻ സ്വാലിഹ്, ഒരു സ്വാലിഹായ ഒരു കൂട്ടുകാരൻ, ഒരു സഹോദരൻ കൂടെ നിൽക്കാൻ. ഫൈദാ വജദ അഹദുകും വുദ്ദൻ മിൻ അഖി, നല്ല സ്നേഹമുള്ള ഒരു കൂട്ടുകാരനെ നിങ്ങൾക്ക് കിട്ടിയാൽ ഫൽയതമസ്സക് ബിഹി, അവനെ പിടിച്ചു നിർത്തണം. അങ്ങനെ ഒരു കൂട്ട് നന്മക്ക് പ്രേരിപ്പിക്കുന്ന, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തമ്മിലുണ്ടായിരുന്ന ആ ഒരു സാഹിബ് എന്നാണ് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു അടിമയെ സംബന്ധിച്ച്. അയാൾക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ളതും ദുനിയാവിന്റെ സഹറത്തും കാണിക്കപ്പെട്ടു. ആ അടിമ അള്ളാഹുവിന്റെ അടുക്കല് ഉള്ളത് തിരഞ്ഞെടുത്തു. നബി ഒരു ഉദാഹരണം പറഞ്ഞതാ സ്വന്തത്തെക്കുറിച്ച്, കാരണം മരിക്കാൻ സമയമായിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് കരയുകയാണ്. ആളുകളൊക്കെ നോക്കി, ഒരാളെ കുറിച്ച് പറഞ്ഞതല്ലേ, എന്തിനാ അബൂബക്കർ കരയുന്നത്? അദ്ദേഹത്തിന് അത് മനസ്സിലായി, അതാണ് ഒരു കൂട്ടുകാരൻ. തന്റെ കൂട്ടുകാരനെ കുറിച്ച് കൃത്യമായി അറിയുന്ന, അവന്റെ നോട്ടത്തിലും അവന്റെ പെരുമാറ്റത്തിലും അവന്റെ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ അറിഞ്ഞ് കൂടെ നിൽക്കുന്നവരായിരിക്കണം. അതല്ലാതെ ചില ആൾക്കാരുണ്ട്, നമ്മൾക്ക് പൈസ ഉണ്ടോ, അതല്ലെങ്കിൽ നമുക്ക് സ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവും, ഇല്ലെങ്കിലോ ഇല്ല. അങ്ങനെയുള്ള നമ്മുടെ ഫായ്ദ എടുക്കുന്ന കൂട്ടുകാരല്ല, മറിച്ച് സുഖത്തിലും സന്തോഷത്തിലും ഒക്കെ കൂട്ടുകൂടുന്ന ദീനുള്ള ഒരു നല്ല കൂട്ടുകാരനെ, ഒരു ചങ്ങാതിയെ നമ്മൾ ഉണ്ടാവണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഇന്ന അമന്ന നാസി, ജനങ്ങളിൽ നിന്ന് എനിക്ക് നിർഭയമേകിയത് വസുഹ്ബതിഹി വമാലിഹി, സഹവാസം കൊണ്ടും സ്വത്ത് കൊണ്ടും അബൂബക്കറാണ്. വലൗ കുൻതു മുത്തഖിദൻ മിൻ ഉമ്മത്തി ഖലീലൻ ലത്തഖതു അബൂബക്കർ ഖലീല, ഈ എന്റെ ഉമ്മത്തിൽ നിന്ന് ആരെയെങ്കിലും ഞാൻ കൂട്ടുകാരനായി സ്വീകരിക്കും
സ്വീകരിക്കുമായിരുന്നെങ്കിൽ അബൂബക്കറിനെ ഖലീലായി സ്വീകരിക്കുമായിരുന്നു. വലാകിൻ മവദ്ദത്തും ഫിൽ ഉഖുവത്തും ഫിൽ ഇസ്ലാം വമവദ്ദത്തുഹു, ഇസ്ലാമിലുള്ള ആ ഒരു സാഹോദര്യമാണുള്ളത്, ആ ഒരു കൂട്ടുകെട്ടാണ്. ഖലീൽ എന്നുള്ളത് ഇബ്രാഹിം നബിയെയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹു കൂട്ടുകാരനായി തെരഞ്ഞെടുത്തു എന്ന്. സഹോദരങ്ങൾ, അതുകൊണ്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കൂടെ നിന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ قال لصاحبه لا تحزن إن الله معنا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഡോണ്ട് ബി സാഡ്, അല്ലാഹ് വിത്ത് us, അല്ലാഹ് നമ്മളോടൊപ്പം ഉണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട, എന്റെ കൂട്ടുകാരൻ എന്ത് സംഭവിക്കും. അതുകൊണ്ടാണ് സൗർ ഗുഹയിൽ കയറിയപ്പോ എല്ലാ ഹോളുകളും അടച്ചു വെച്ചു. ഒരു ഹോള് അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ പെരുവിരൽ കൊണ്ട് ഇങ്ങനെ ചവിട്ടിപ്പിടിച്ചു. അദ്ദേഹത്തിന് സർപ്പത്തിന്റെ വിഷമേറ്റു. തന്റെ കൂട്ടുകാരനെ ഉണർത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, ആ കൂട്ടുകാരൻ എന്നുള്ള നിലക്ക്. എന്തേ അവിടെ പ്രമാണിമാരായ പ്രമുഖരായ ആളുകൾ മക്കയിൽ ഉണ്ടായിരുന്നില്ലേ? അബൂബക്കറിന് സമ്പത്തുണ്ടായിരുന്നില്ലേ? ഏറ്റവും നല്ല കച്ചവടക്കാരനായിരുന്നില്ലേ? പക്ഷേ കൂട്ടുകാരനായി സ്വീകരിച്ചത്, സിദ്ദീഖായി മാറിയത് സത്യത്തിലും നന്മയിലും കൂടെ നിൽക്കാനാണ്. അതാണ് സഹോദരൻ, ആ ഒരു നന്മ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരണം. അതുകൊണ്ട് നമ്മളൊക്കെ കൂട്ടുകാരെ നമുക്ക് വേണം. നന്മയിലേക്ക് നമ്മൾ ക്ഷണിക്കുന്ന, നന്മയിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരായിരിക്കണം. അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ സ്നേഹിക്കുന്നു, ഇന്നി ഉഹിബ്ബുക ഫില്ലാ എന്ന് പറയാൻ പറ്റിയ ആരാ നമുക്കുള്ളത്? ഒരു കൂട്ടുകാരനെ ഒരാളെങ്ങനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ പറഞ്ഞു, ഞാൻ അയാളെ ഇഷ്ടപ്പെടുന്നു. അലംതഹു, നീ അയാളെ അത് അറിയിച്ചിട്ടുണ്ടോ? ഇല്ല നബിയെ. അലിംഹു, നീ അയാളെ അത് അറിയിക്കണം. ഒരാൾ നിസ്കരിക്കാൻ വരുന്നു, പള്ളിയിൽ വരുന്നു, നല്ല സ്വഭാവമാണ്, നല്ല സത്യസന്ധനായ ഒരു മനുഷ്യനാണ്, അയാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പാലിക്കുന്ന, യാതൊരു നിലക്കും ജീവിതത്തിൽ തെമ്മാടിത്തരങ്ങളില്ലാത്ത ഒരു നല്ല മനുഷ്യൻ ആരായാലും ഇഷ്ടപ്പെടുമല്ലോ. അപ്പൊ അയാളോട് പോയി അത് അറിയിക്കണം, ഇന്നി ഉഹിബ്ബുക ഫില്ലാ, ഞാൻ നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അയാൾ തിരിച്ചു പറയും, അഹബ്ബക അല്ലാഹു അല്ലദീ അഹബ്ബതനി ഫീ, നിങ്ങൾ ഏത് വിഷയത്തിൽ എന്നെ ഇഷ്ടപ്പെട്ടോ അതിൽ അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെടട്ടെ. സഹോദരങ്ങൾ, ആ കൂട്ടുകെട്ടാണ് നാളെ പരലോകത്ത് നമുക്ക് കൂടെ ഉണ്ടാവുക. അൽ അഖില്ലാഉ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ, കൂട്ടുകാരും ചങ്ങാത്തവും ഫ്രണ്ട്ഷിപ്പുമെല്ലാം അവരെല്ലാം ശത്രുക്കളാകും മുത്തഖീങ്ങളല്ലാതെ. മുത്തഖീങ്ങൾക്ക് അവിടെയും. അതുകൊണ്ടാണ് ഹസൻ ബസരി റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഇസ്തഗ്ഫിറു മിനൽ അസ്തിഖാഇൽ മുഅ്മിനീൻ, നിങ്ങൾ ഏത് ഫ്രണ്ട്ഷിപ്പ് എടുക്കേണ്ടത്? സത്യവിശ്വാസികളായ കൂട്ടുകാരെ നിങ്ങൾ അധികരിപ്പിക്കുക. ഫഇന്ന ലഹും ശഫാഅത്തൻ യൗമൽ ഖിയാമ, അവർക്ക് നാളെ ഖിയാമത്ത് നാളിൽ ഒരു റെക്കമെൻഡ് ഉണ്ട്. എന്റെ കൂടെ പള്ളിയിലേക്ക് വന്ന, ദീനിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ കൂടെ നിന്ന, എന്നോട് നന്മ ഉപദേശിച്ച, ഏതെല്ലാം നന്മകൾ ഉണ്ടായിരുന്നോ അതിലെല്ലാം എന്നെ കൊണ്ടുപോയ ഒരു കൂട്ടുകാരൻ, അവരെയും കൂട്ടണമെന്ന് പറയുന്ന ആ ഒരവസ്ഥയിലേക്ക്. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹ്, 7 അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെ കുറിച്ച് ഹദീസിൽ കാണാം. അതിൽ റജുലാനി തഹാബ്ബാ ഫില്ലാഹി ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, അതിലൊരു വിഭാഗം ആരാ? അല്ലാഹുവിന്റെ പേരിൽ അവർ ഒരുമിച്ചു, അങ്ങനെ ജീവിച്ചു. ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോയപ്പോഴും അവര് സ്നേഹത്തിലായിരുന്നു, അള്ളാന്റെ പേരിലാണ് സ്നേഹിച്ചത്. അതിന്റെ പേരിൽ ഇഷ്ടപ്പെടാനും അതിന്റെ പേരിൽ സഹോദരങ്ങളെ വേറിട്ട് നിൽക്കാനൊക്കെ അങ്ങനെ തന്നെ ജീവിക്കാൻ. പരലോകത്ത് ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ തെമ്മാടികളായ, തോന്നിവാസികളായ, ദുഷിച്ച ആളുകളെ കൂട്ടുകാരായി സ്വീകരിച്ചവരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ താക്കീത് നൽകുന്നുണ്ട്. സഹോദരങ്ങളെ, പരലോകത്ത് വെച്ച് വളരെ വിഷമത്തോടുകൂടി, അവരെ ആക്ഷേപത്തോടുകൂടി പറയുന്നതാണ്. വിരൽ കടിച്ചുകൊണ്ട് ദുഃഖത്തോടെ പറയും അക്രമികളായ ആളുകൾ. അവിടെ ചെന്നിട്ടാണ് അവർക്ക് ബോധം വരുന്നത്. അള്ളാന്റെ റസൂലിന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്നെ നന്മയിലേക്ക് ക്ഷണിച്ച, പള്ളിയിലേക്കും നമസ്കാരത്തിനും ഖുർആൻ പഠിക്കാനും ഏതെല്ലാം അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട നന്മകളുണ്ടോ അതിലെല്ലാം എന്നെ ക്ഷണിച്ച ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും കൂടാതെ ഈ അക്രമിയുടെ കൂടെയാണ് ഞാൻ കൂട്ടുകൂടിയത്. യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, എന്റെ നാശമേ, ഇന്നയാളെ ഞാൻ ചങ്ങാതിയായി സ്വീകരിച്ച ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അവിടെ വെച്ച് വിലപിച്ചുകൊണ്ട് പറയും, ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി, എനിക്ക് നന്മ വന്നതിന് ശേഷം എന്നെ തെറ്റിച്ചു കളഞ്ഞവരാണിത്. എനിക്ക് ഒരുപാട് ഹിദായത്തിന്റെ മാർഗങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ എന്റെ കൂട്ടുകാരൻ സമ്മതിച്ചില്ല. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം ഇതിനൊരു സബബ് നുസൂലുണ്ട്, അവതരണ പശ്ചാത്തലമുണ്ട്. എന്താണത്?
ഉമയ്യത്ത് ബിൻ ഖലഫിന്റെയും ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്തിന്റെയും വിഷയത്തിലാണിത് അവതരിച്ചത്. ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലൊക്കെ വന്ന് ദീനൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പൊ കൂട്ടുകാരനായ ഉമയ്യത്ത് പറഞ്ഞു, എന്ത് സ്വാബി ഈ മതക്കാരനായ മുഹമ്മദിന്റെ കൂടെ കൂടിയിട്ടുണ്ട്, ഇനി നമ്മൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല, നീ മുഹമ്മദിന്റെ മുഖത്ത് തുപ്പാതെ ഞാനുമായി നിനക്കൊരു ബന്ധമല്ല. അങ്ങനെ ഈ ഉഖബത്ത് ബിൻ മുഅയ്ത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് തുപ്പി. ആ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. പിന്നീട് അവര് കൊല്ലപ്പെടുന്നുണ്ട് ബദറിലും മറ്റുമൊക്കെ ആയിക്കൊണ്ട്. സഹോദരങ്ങളെ, ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി അതല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതികമായ കാരണങ്ങളുടെ പേരിൽ നന്മയെ നമ്മൾ വിട്ടുവെച്ചുകൊണ്ട് തിന്മയായ കൂട്ടാളികളെ, കൂട്ടുകാരെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അതിന്റെ പരിണിത ഫലം നാളെ പരലോകത്ത് അനുഭവിക്കുക തന്നെ ചെയ്യും. എത്രയോ സംഭവങ്ങൾ പലർക്കും വേണ്ടി പലരുടെ കൂടെയും പല വർണ്ണങ്ങളുടെ പേരിലുള്ള പതാകകളുടെ പിന്നാലെ പോയി മറ്റുള്ളവന്റെ ദുനിയാവിന് വേണ്ടി സ്വന്തം ആഖിറത്തെ നശിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. വിലപ്പെട്ട സമയം, ആയുസ്, സഹോദരങ്ങളെ, എന്തിനാ മറ്റുള്ളവന്റെ ദുനിയാവിന് വേണ്ടി നമ്മുടെ ആയുസ് കളയുന്നത്? നിസ്കരിക്കാൻ ടൈമില്ല, ദീന് പഠിക്കാൻ ടൈമില്ല, പിന്നെയോ അവന്റെ ദുനിയാവിന്റെ പിന്നാലെ ഓടുകയാണ്. എന്താ അവന് താല്പര്യം? അവന് ഭൗതികമായ പല താല്പര്യങ്ങളുണ്ട്, അവന്റെ പാർട്ടിയും അവന്റേതായ പ്രവർത്തനങ്ങളൊക്കെ. എന്തിന് നമ്മൾ സ്വന്തം ജീവിതം പണയം വെച്ചുകൊണ്ട് സഹോദരൻ അങ്ങനെ പോവേണ്ടതില്ല. എന്നിട്ട് വെട്ടിനും കുത്തിനൊക്കെ പോകുന്ന ആൾക്കാർ പാർട്ടിക്ക് വേണ്ടി, നമ്മളൊക്കെ നമ്മളെ ചങ്ക് ബ്രോ ആണ്. എന്തിനു വേണ്ടി സഹോദരങ്ങളെ? ദീനിന്റെ മാർഗത്തിലല്ല, മറിച്ച് ശത്രുതയ്ക്ക് വേണ്ടി, തിന്മക്ക് വേണ്ടി സഹകരിക്കുന്ന എത്രയോ ആളുകൾ. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി അത് വിവരിക്കുന്നുണ്ട്. സൂറത്തുൽ അഹ്സാബിൽ കാണാം, യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന റസൂല വഖാലൂ റബ്ബനാ ഇന്നാ അതഅന സാദതനാ വകുബറാഅനാ ഫഅളൂന സബീല റബ്ബനാ ആതിഹിം ദഅഫൈൻ മിനൽ അദാബ് വലഅൻഹും ലഅനൻ കബീറ. നരകത്തിൽ ഇങ്ങനെ കിടന്നിരിക്കുന്ന സമയത്ത് അവർ പറയും, റബ്ബേ, അല്ലാഹുവിനെ റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഞങ്ങൾ അനുസരിച്ചത് ആരെയാണ്? ഞങ്ങളുടെ പാർട്ടി ലീഡർമാരെ, നേതാക്കന്മാരെ. അവരായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അവർക്ക് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ സമയം ചെലവഴിച്ചു. അതുകൊണ്ട് റബ്ബേ, അവർക്ക് നീ ഇരട്ടി ശിക്ഷ നൽകണേ എന്ന് അവിടെ വെച്ച് വിലപിച്ചു പറയുന്നതാണ്. സൂറത്തുൽ ബഖറയിൽ കാണാം, ആരെയാണോ നിങ്ങൾ ഫോളോ ചെയ്തത്, ആരെ പിന്തുടർന്നോ അവര് നമ്മിൽ നിന്ന് വിട്ടുപോകുന്നതാണ്. അപ്പൊ ഇവിടെ ഫോളോവേഴ്സ്, ഇവിടെ പിന്തുടർന്ന ആൾക്കാർ അവിടത്തെ ഇപ്പൊ കൈമലർത്താണ്, ആരും കൂടെയില്ല. ആഖിറത്തിന്റെ അവസ്ഥയാണ്. അവര് പറയുന്ന ഒരു ചാൻസ് ഞങ്ങൾക്ക് നൽകിയിരുന്നെങ്കിൽ റബ്ബേ, അവര് ഞങ്ങളെ വിട്ടൊഴിഞ്ഞതുപോലെ അവരെയും ഞങ്ങൾ വിട്ടൊഴിയാമെന്ന്. അവിടെ ഒന്നും സഹോദരങ്ങൾ ആരും കൂട്ടിനുണ്ടാവുകയില്ല. ഒരു ചങ്ക് ബ്രോയും നമ്മുടെ കൂട്ടിനുണ്ടാവുകയില്ല. യാ നഫ്സി യാ നഫ്സി എന്ന് പറഞ്ഞ് നിൽക്കേണ്ടി വരും. അവനവന്റെ ആഖിറം, അവനവന്റെ പരലോകം, അവനവന്റെ ഖബറിലേക്കുള്ളത് സ്വന്തം ജീവിതത്തിൽ ആയുസ്സിൽ നമ്മൾ നോക്കണം. ഒരാളും കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് എങ്ങനെയുള്ള കൂട്ടുകാരെ സ്വീകരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചോ ആ മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ആയത്തുകളുടെ വിശദീകരണത്തിൽ കാണാം, ആരാണത്? മൻ ദക്കറക്കും ബില്ലാഹി ഇദാ ലഖീതുഹു. അവനെ കാണുമ്പോൾ അവൻ അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയുണ്ടാക്കും. വസാദക്കും ഫീ ഇൽമിക്കും മൻതിഖു. അവൻ സംസാരിച്ചാൽ നിന്റെ ഇൽമു വർദ്ധിപ്പിക്കും. ദീനിന്റെ വിഷയങ്ങളാണ്. ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നു, ഒരു ഖുർആനിലെ ആയത്ത്, അതല്ലെങ്കിൽ എന്തെങ്കിലും നന്മയാണ് അവനെ കിട്ടുക. അവന്റെ അമലിലും എന്താണ്? അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന്. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കാൻ, അള്ളാഹുവിന് വേണ്ടി ഒരുമിക്കാൻ, അങ്ങനെയുള്ള ആളുകൾക്ക് സഹോദരങ്ങളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, വജബത് മഹബ്ബതി ലിൽ മുതഹാബിന ഫിയ. എനിക്ക് വേണ്ടി സ്നേഹിച്ചവരാരോ അവർക്ക് എന്റെ സ്വർഗം നിർബന്ധമായി. വൽ മുതജാലിസീന ഫിയ. അള്ളാന്റെ മാർഗത്തിൽ ഒന്നിച്ചിരിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട് സഹോദരങ്ങളെ. അള്ളാന്റെ ദീനിന് വേണ്ടി എന്തെങ്കിലും ഒരു ഖിദ്മത്ത്, പള്ളിയിൽ വന്നിട്ട് ഒരു മീറ്റിംഗ്, ദീനിന്റെ ദഅവത്തിന്റെ പേരിൽ ഒരു ഒന്നിച്ചിരിക്കുക, എന്തെങ്കിലും ദഅവത്ത് കാര്യങ്ങൾ നടത്തണം, ദീനിന്റെ പ്രബോധനം എത്തിക്കണം, വെക്കേഷൻ കാലമാണ്, കുട്ടികൾക്ക് എന്തെങ്കിലും നന്മ പഠിപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു നന്മക്ക് വേണ്ടി തആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തിലും നന്മയിലും അല്ലേ നിങ്ങൾ സഹകരിക്കേണ്ടത്? അതല്ല തിന്മക്ക് വേണ്ടിയാണോ? പോവാന്ന് പറഞ്ഞാൽ കാർ എടുക്കുന്നു, പോകുന്നു, എവിടെയും ചുറ്റാനും കറങ്ങാനൊക്കെ പോയിട്ട് എന്ത് തിന്മക്കും, കള്ളു കുടിക്കാനും അതുപോലെ തന്നെ കഞ്ചാവിനും എല്ലാത്തിനും അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടുകാരും ചങ്ങാത്തവും ഫ്രണ്ട്ഷിപ്പും എന്തിനു വേണ്ടിയാണ് സഹോദരങ്ങളെ? അത് നമ്മളെ നശിപ്പിക്കുകയുള്ളൂ. അതല്ല വേണ്ടത്. പിന്നെയോ നമ്മുടെ ഓരോ സമയവും വിലപ്പെട്ടതാണ്. ആരുമായി കൂട്ടുകൂടുന്നോ അവർ നല്ലവരായിരിക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുവേണ്ടി ഒന്നിച്ചിരിക്കുക. അവരെ വിസിറ്റ് ചെയ്യുന്നത്, പണം ചെലവ്
ചെലവഴിക്കുന്നത് നന്മക്ക് വേണ്ടി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തുസാഹിബ ഇല്ലാ മുഅ്മിനൻ, ഒരു സത്യവിശ്വാസി അല്ലാതെ നിന്നോട് കൂട്ടുകൂടരുത്. വലാ യഅകുൽ തആമക ഇല്ലാ തഖിയുൻ, തഖ്വയുള്ള അല്ലാഹനെ പേടിക്കുന്ന ഹറാമും ഹലാലൊക്കെ നോക്കുന്ന ആളാണ് നിന്റെ ഭക്ഷണം കഴിക്കേണ്ടത്. ഞാൻ കുടിക്കാറില്ല, ഞാൻ അവരുടെ കൂടെ ഇങ്ങനെ ഇരിക്കാറുള്ളൂ, ഞാൻ കുടിക്കാറൊന്നുമില്ല. അങ്ങനെയുള്ള മജ്‌ലിസിൽ പോകാൻ പാടില്ല, അവരോടൊപ്പം കൂട്ടുകൂടാൻ പാടില്ല. പുകവലിക്കുന്നവരോട് നമ്മൾ പറയണം, ശരിയല്ലേ ഇത്? ലാ ദററ വലാ ദിറാർ, സ്വന്തം ഉപദ്രവം ഉണ്ടാക്കരുത്, മറ്റുള്ളവന് ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല. ഏതായിരുന്നാലും വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ സ്വന്തത്തെ കൊല്ലരുത്. അന്നിപ്പോ ആരാ അതൊക്കെ ചെയ്യാത്തത്? ഏതാളെടുത്തല്ലാത്തത്? സഹോദരങ്ങളെ, നമ്മൾ ഒരാളുമായി കൂട്ടുകൂടുന്നെങ്കിൽ, മനുഷ്യന്മാരാണ്, തിന്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും 100% ശരിയാണെന്നല്ല. എന്നാലോ നമ്മുടെ സഹവാസത്തോടു കൂടി അവന്റെ തിന്മ ഇല്ലാതാക്കാൻ കഴിയണം, അവനെ ദീനിലേക്ക് കൊണ്ടുവരാൻ, അവന്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്ത്? ഉൻസുർ വാലിമൻ ഔ മദ്ലൂമൻ, അക്രമിയെയും ആക്രമിക്കപ്പെട്ടവനെയും നീ ഹെൽപ്പ് ചെയ്യണം. ആക്രമിക്കപ്പെട്ടവനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. സ്വഹാബത്ത് ചോദിച്ചു, വാലിമ, അക്രമി, അവനെങ്ങനെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനോട് ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും അവനത് ചെയ്യുന്നത്. അവനൊന്ന് ഉപദേശിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് നന്മയിലേക്ക് കൊണ്ടുവരാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കും. നമ്മുടെ ഒരു വാക്ക് മതിയായിരിക്കും, അത് അവനോടുള്ള ഹെൽപ്പാ, വലിയ ഹെൽപ്പാണ്. അതുകൊണ്ടാണ് പല യുവാക്കളും പല വിദ്യാർത്ഥികളും ഒക്കെ വഴിതെറ്റിപ്പോകാൻ കാരണം എന്താ? ഒരു നല്ല ഗൈഡൻസ് കിട്ടിയിട്ടില്ല, ഒരു നല്ല ഉപദേശം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സാധിക്കും പല സന്ദർഭങ്ങളിലും, നമ്മുടെ യാത്രയിലാവാം, നമ്മുടെ കുടുംബത്തിലാവാം, നമ്മുടെ നാട്ടിലാവാം, വീട്ടിലാവാം, എവിടെയും നമ്മളൊരാളെ കാണുമ്പോൾ അയാൾക്ക് നന്മ പകർന്നു കൊടുക്കുക എന്നുള്ളത് അത് വലിയ ഒരു ഉപകാരമുള്ള കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അൽ മുതഹാബൂന ഫില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സ്നേഹിക്കുന്ന ആളുകൾ നാളെ ആഖിറത്തിൽ അലാ നൂരിൻ അലാ മനാബിറ മിൻ നൂർ, പ്രകാശത്തിൽ നിന്നുള്ള മിമ്പറുകളിലായിരിക്കും. ഫി ദില്ലിൽ അർശി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, അല്ലാഹുവിന്റെ അർശിന്റെ ഷാഡോ അല്ലാത്ത മറ്റൊന്നുമില്ലാത്ത സമയത്ത് അർശിന്റെ തണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാന്റെ പേരിൽ സ്നേഹിച്ചവരുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. മാത്രമല്ല, അവിടെ എത്തിയാൽ നമുക്ക് വേണ്ടി അവർ പറയുമെന്നാണ്, കാന ഖലീലാനി മുഅ്മിനാൻ, സത്യവിശ്വാസികളായ 2 കൂട്ടുകാരുണ്ടായിരുന്നെങ്കിൽ അവർ പറയും, അവൻ എന്നോട് റബ്ബേ, മരിച്ചു എന്നാലേ അവര് പറയും, റബ്ബേ, നിന്നെ അനുസരിക്കാൻ വേണ്ടി എന്നോട് കൽപ്പിച്ചിരുന്നു. റസൂലിക്ക, റസൂലിന്റെ സുന്നത്തുകളെ ഫോളോ ചെയ്യാൻ എന്നോട് അയാൾ കൽപ്പിച്ചിരുന്നു. നന്മ കൊണ്ട് കൽപ്പിച്ചു, തിന്മ വിരോധിച്ചു. നിന്നെ കണ്ടുമുട്ടുമെന്നുള്ള ആഖിറത്തെ കുറിച്ചുള്ള വിശ്വാസം എന്നോട് പറഞ്ഞു. അതുകൊണ്ട് റബ്ബേ, എനിക്ക് ശേഷം അയാളെ നീ വലാലത്തിലാക്കരുത്. വഹ്ദിഹി കമാ ഹദൈതനി, എനിക്ക് ഹിദായത്ത് നൽകിയതുപോലെ അയാൾക്കും ഹിദായത്ത് കൊടുക്കണേ. വക്രിംഹു കമാ അക്രംതനി, എന്നെ റെസ്പെക്ട് ചെയ്തതുപോലെ അയാളെയും റെസ്പെക്ട് ചെയ്യണേ എന്ന് ആഖിറത്തിൽ റബ്ബിനോട് നമുക്ക് വേണ്ടി നമ്മുടെ നല്ല കൂട്ടുകാർ പറയും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ചങ്ങാതിമാരെ നമുക്ക് ഈ ദുനിയാവിൽ വേണം. അപ്പോഴാ പറയപ്പെടുന്നത്, നിഅമൽ ഖലീൽ വനിഅമൽ അഖ് വനിഅമൽ സാഹിബ്, എത്ര നല്ല കൂട്ടുകാരൻ, എത്ര നല്ല ചങ്ങാതി എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന് വേണ്ടിയല്ലാത്ത ഏതൊരു ചങ്ങാത്തവും, കുല്ലു സദാഖത്തിൻ വസാഹിബത്തിൻ ലിഗൈരില്ലാ ഫഇന്നഹാ തൻഖലിബു യൗമൽ ഖിയാമ, അല്ലാഹുവിന് വേണ്ടിയല്ലാത്ത ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ അത് നേരെ തിരിഞ്ഞ് നമുക്ക് ഓപ്പോസിറ്റ് വരുമെന്ന് തഫ്സീറുകൾ ഇബ്നു കസീർ റഹ്മഹുല്ലാ, അതെ, ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ സൂറത്തു സുഖ്റുഫിലെ 69 മുതലുള്ള ആയത്തുകൾ, 68, 69 ആയത്തുകൾ, അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദു, ചങ്ങാതിമാർ, കൂട്ടുകാർ അന്നേ ദിവസം പരസ്പരം ശത്രുക്കളാകും. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ ഒഴികെ. യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കും അൽ യൗമ വലാ അൻതും തഹ്സനൂൻ. എന്നാൽ ഈമാനുള്ള മുത്തഖിയായ അല്ലാഹനെ ഭയപ്പെടുന്ന നല്ല കൂട്ടുകാരാണോ അവർ നിങ്ങൾ പേടിക്കേണ്ടതില്ല. അവരോട് പറയപ്പെടും, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. അല്ലദീന ആമനു ബി ആയാത്തിന, അവർ ആരായിരുന്നു? അല്ലാഹന്റെ ആയത്തുകളിൽ വിശ്വസിച്ച് വകാനു മുസ്ലിമീൻ, റബ്ബിന് കീഴ്പ്പെട്ട ആളുകളായിരുന്നു. അവരൊന്നിച്ച്, സഹോദരങ്ങളെ, ആ കൂട്ടുകാരും ഒന്നിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ. അതാണ് സ്വഹാബത്ത്. റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന ഒരു സ്വഹാബിയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽ, നീ ചോദിക്കുക, എന്താ നിനക്ക് വേണ്ടത്? അപ്പൊ അദ്ദേഹം ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ, നിങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരു സ്ഥാനം കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവഗൈറ ദാലിക, അതല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ? അയാൾ പറഞ്ഞു, എനിക്ക് അത് മതി. അതാണ് അയാൾ ഇഷ്ടപ്പെട്ടത്, തന്റെ ജീവിതത്തിൽ നാളെ സ്വർഗ്ഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആവണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅഇന്നി ബിനഫ്സിക അലാ കസറത്തി സുജൂദ്, സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട് അതിന് നീ എന്നെ സഹായിക്കുക. സുന്നത്ത് നിസ്കാരങ്ങളും മറ്റൊക്കെ അധികരിപ്പിച്ചുകൊണ്ട് എന്നെ നീ സഹായിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ സൗബാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ദുഃഖിച്ചിരിക്കുന്നുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാലി അറാക മഹ്സൂന, എന്താ നിങ്ങൾക്ക് സാഡ് ആയിട്ടിരിക്കുന്നത്? അപ്പൊ അയാൾ പറയാണ്, യാ റസൂലല്ലാഹ് ഫക്കർതു ഫീ ഷൈഇൻ, ഞാനൊരു കാര്യത്തെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഈ ദുനിയാവിൽ ഐഹിക ജീവിതത്തിൽ നിങ്ങളെ ഏത് സന്ദർഭത്തിൽ കാണണമോ നിങ്ങളുടെ അടുക്കൽ വരാം, നിങ്ങളുടെ കൂടെ ഇരിക്കാം, നിങ്ങളുടെ മുഖത്ത് നോക്കാം, ആ ദീനിന്റെ കാര്യങ്ങളൊക്കെ കേൾക്കാം. പക്ഷേ നാളെ നിങ്ങൾ നമ്മളൊക്കെ മരണപ്പെട്ടാൽ ഫതുർഫഉ മഅൻ നബിയ്യിൻ, നിങ്ങൾ നബിമാരുടെ കൂടെ വലിയ ദർജയിലായിരിക്കുമല്ലോ. വനഹ്നു ലാ നസ്ലു ഇലൈക്, ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ എത്താൻ സാധിക്കുകയില്ലല്ലോ നബിയെ. അതാലോചിച്ചിട്ട് അവർ കരയുന്നത്. നോക്കൂ സഹോദരങ്ങൾ, ആ ഒരു ഇഷ്ടം, ആ ഒരു സ്നേഹം, അതാണ് ദുനിയാവിൽ അവർ സ്നേഹിച്ചത് സ്വർഗത്തിന് വേണ്ടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും റിപ്ലൈ കൊടുത്തില്ല. ജിബ്രീൽ ആയത്തുമായി കൊണ്ട് ഇറങ്ങി, വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന ആളുകളുണ്ടോ അവർ നാളെ പരലോക അമ്പിയാക്കളുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂടെയായിരിക്കും എന്നുള്ള ആയത്ത്. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, റബ്ബേ ഞങ്ങളെ നേരായ മാർഗത്തിൽ ചേർക്കണേ എന്ന് 17 തവണ നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുന്നത് അമ്പിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, സിദ്ദീഖുകളുടെ കൂടെയായിരിക്കും നമ്മൾ ഉണ്ടാവേണ്ടത് എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ തേടേണ്ടത്. അങ്ങനെയുള്ള ഹിദായത്തിന്റെ, നന്മയുടെ മാർഗത്തിലുള്ള കൂട്ടുകാരെ, സഹോദരങ്ങളെ നമ്മൾ സെലക്ട് ചെയ്യുക, അവരുടെ കൂടെ നിൽക്കുക. അവരെ നമ്മുടെ ദുഃഖത്തിന്റെ കൂടെ ദുഃഖത്തോടൊപ്പം ഉണ്ടാവും, നമ്മുടെ സന്തോഷത്തിന്റെ കൂടെ ഉണ്ടാകും. അങ്ങനെ ഇബ്നു സിമാക്ക് റഹിമഹുള്ളയോട് ചോദിക്കുന്നുണ്ട് പ്രസക്തമായ ഒരു ചോദ്യം, അയ്യുൽ ഇഖ്വാനി അഹഖു ബി ഇബ്ഖാഇൽ മവദ്ദ, സ്നേഹം നിലനിർത്തുന്നതായ ഏതൊരു ഫ്രണ്ട്ഷിപ്പാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? അദ്ദേഹം പറയുന്നത് അൽ വാഫിറു ദീനുഹു, ദീനുള്ള ആളായിരിക്കും. നിന്നെ ചതിക്കുകയില്ല, നിന്നോട് ചീറ്റ് ചെയ്യുകയില്ല, ദീനുള്ള ആള് നിന്റെ കൂടെ ഉണ്ടാകും. അൽ വാഫി അഖലഹു, അതേപോലെ നല്ല ബുദ്ധിയുള്ള ആളുകൾ. അല്ലദീ ലാ യമല്ലു അലൽ ഖുർബ്, ഒരിക്കലും നിനക്ക് മടുപ്പ് വരികയില്ല. നിന്നോടൊപ്പം എത്ര ടൈം സ്പെൻഡ് ചെയ്താലും, അയാളോടൊപ്പം നീ എത്ര ടൈം സ്പെൻഡ് ചെയ്താലും നിനക്ക് മടുപ്പുണ്ടാവുകയില്ല. വലാ യൻസാക അലൽ ബുഅദ്, നിന്നിൽ നിന്ന് എത്ര വിദൂരമാണെങ്കിലും അയാൾ നിന്നെ മറക്കുകയില്ല. വൈദാ ദനൗത മിൻഹു ദാനാക, നീ അയാളോട് അടുത്ത് അയാൾ കൂടുതൽ നിന്നോട് അടുക്കും. വൈൻ ബൗദത് അൻഹു റാആക, നീ ഇവിടെ പ്രസൻസ് ഇല്ലെങ്കിലും, നീ അടുത്തില്ലെങ്കിലും നിന്നെ കുറിച്ച് അന്വേഷിക്കും, നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കും. അങ്ങനെയുള്ള കൂട്ടുകാർ. വൈനിസ്തഅലതഹു അവദക, നിനക്കൊരു ആവശ്യം വന്നാൽ, ഒരു സഹായം വന്നാൽ നീ വിളിച്ചാൽ അവൻ നിന്റെ കൂടെ ഉണ്ടാകും. വനിഹ്തജ്ത ഇലൈഹി റഫദക, നിന്റെ ഒരു ആവശ്യത്തിന് നിന്റെ കൂടെ അവൻ സഹായത്തിനുണ്ടാകും. വതക്ഫീക മവദ്ദതു ഫിഅലിഹി അക്തറ മിൻ മവദ്ദതി ഖൗലിഹി, അവന്റെ വാക്കിനേക്കാൾ ഏറെ അവന്റെ പ്രവർത്തനത്തിലുള്ള ഇഷ്ടം. വെറുതെ പറയല്ല, പിന്നെയോ അവന്റെ പ്രവർത്തനം കൊണ്ട് അവന്റെ കൂടെ ഉണ്ടാവും ഏത് സന്ദർഭത്തിലും. സഹോദരങ്ങളെ, നമുക്കൊരു പ്രയാസം വന്ന കൂടെ നിൽക്കുന്ന ഒരു സഹോദരൻ, ഒരു കൂട്ടുകാരൻ, അങ്ങനെയുള്ള കൂട്ടുകാരൻ നമുക്കുണ്ടോ എന്ന് ആലോചിക്കുക. നമ്മുടെ മക്കളെയും നമ്മൾ വളർത്തേണ്ടത് ആ രൂപത്തിലാണ്. അവരുടെ കൂട്ടുകെട്ട്, അവരാരുമായി കൊണ്ട് ചങ്ങാത്തം കൂടുന്നു, ഫ്രണ്ട്ഷിപ്പ് ആകുന്നു എന്നതൊക്കെ നമ്മൾ ആലോചിക്കണം. ഇല്ല എങ്കിൽ തെറ്റിപ്പോകും സഹോദരങ്ങളെ. മക്കളെ വഴിതെറ്റിക്കുന്നത് അവരുടെ കൂട്ടുകാരാണ്. അതുകൊണ്ട് കൃത്യമായി ആലോചിക്കുക. ദീനിന്റെ അധ്യാപനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന രൂപത്തിലുള്ള, അതിനെ പരസ്പരം സഹകരിക്കുന്ന, പള്ളിയിലേക്ക് പോകുന്ന, നമസ്കരിക്കുന്ന, ദീനിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന, അങ്ങനെയുള്ള നല്ല മക്കളെ വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറൂ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, ഷവ്വാൽ കഴിഞ്ഞ് ദുൽഖാദ് മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. ഈ സമയങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരേണ്ട ഒന്ന്, ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പലരും ഹജ്ജിന് ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് ഉദ്ദേശിച്ച് പുറപ്പെടുന്നവർക്ക് മഖബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് മടങ്ങി വരാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളൊക്കെ അങ്ങനെ ഉദ്ദേശിക്കണം. മൻ അറാദൽ ഹജ്ജ ഫൽയതഅജ്ജൽ, ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേഗത്തിലാക്കണമെന്ന്. പല ആൾക്കാരും വിചാരിക്കുന്നത് വയസ്സായാലാണ്, പ്രായമായാലാണ് ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകേണ്ടത്. അങ്ങനെയല്ല. നല്ല തോക്കത്തുള്ള, ആരോഗ്യമുള്ള സമയത്ത് തന്നെ പോയിട്ട് അത് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ഖൈറുണ്ട്. അതുകൊണ്ട് പൈസ ഉള്ള ആളുകള്, അതിന് സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ കഴിവുള്ള ആളുകൾ വേഗത്തിൽ അത് ചെയ്യുക. ഫൈന്നഹു അത് യംറദുൽ മരീം, ഒരുപക്ഷെ രോഗിയായേക്കാം, വേറെന്തെങ്കിലും പ്രതിസന്ധികള് വഴിതെറ്റിയേക്കാം, ഹാജ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് ഹജ്ജ് ഉദ്ദേശിക്കുന്നെങ്കിൽ വേഗത്തിൽ അത് ചെയ്യാൻ വേണ്ടി എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
അതിനുള്ള പുണ്യം മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതു ഉമ്മുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരാള് അനാവശ്യങ്ങളില്ലാത്ത ഒരു ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ മാതാവ് പ്രസവിച്ച കുഞ്ഞിനെ പോലെ തിരിച്ചു വരുന്നതാണ്. അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൽ ലിമാ ബൈനഹുമ. ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെ അതിന് ഇടക്കുള്ള എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണ്. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. പുണ്യമാക്കപ്പെട്ട ഒരു ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന്. സ്വർഗമാണ്. മുൻപ് ചെയ്ത പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്ന ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തേത് വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാ ഇലൈഹി സബീല. ആ വഴി മാർഗം എല്ലാവർക്കും ആർക്കാണോ അത് എളുപ്പമാകുന്നത്, സാമ്പത്തികവും ശാരീരികവും പോകാനുള്ള കഴിവൊക്കെ ഉണ്ടെങ്കിൽ ആ മക്കയിൽ പോയിക്കൊണ്ട് ഹജ്ജ് നിർവഹിക്കുക എന്നത് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്, നിർബന്ധ കർമ്മമാണെന്ന് സൂറത്തു ആൽ ഇംറാനിലെ 90-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കാര്യം നമ്മുടെ മനസ്സിലുണ്ടാണ്. അതേപോലെ തന്നെ ഉളുഹിയ്യത്തിന്റെ കാര്യം, ഖുർബാനിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ കാന ലഹു സഅത്തുൻ വലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാന. ഒരാൾക്ക് ഉളുഹിയ്യത്ത് കഴിയുമെങ്കിൽ, അയാൾ അത് ചെയ്തിട്ടില്ല എങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി അയാൾ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്നുള്ള അർത്ഥത്തിൽ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവും മറ്റൊക്കെ നമുക്കറിയാം. സ്വന്തം മക്കളെയൊന്നും ബലികർമ്മം നടത്താൻ വേണ്ടി അള്ളാഹ് കൽപ്പിച്ചിട്ടില്ല, മറിച്ച് വർഷത്തിൽ ഒരിക്കൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരാടിനെയോ മാടിനെയോ ഒട്ടകത്തെയോ ഒക്കെ, ഇനി അതിന് സാധ്യമല്ല എങ്കിൽ മാടിലും ഒട്ടകത്തിലും ഒക്കെ ഷെയർ ചേരാം. ഒരു ഷെയറെങ്കിലും എടുത്തുകൊണ്ട് നമുക്കത് എങ്ങനെയാണോ സാധ്യമാകുന്നത് അത് നമ്മൾ നിർവഹിക്കണം എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകളിൽ മുന്നേറാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുനിയാവിലെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മഈശത്തിലും നമ്മുടെ കുടുംബത്തിലും മക്കളെയുമെല്ലാം അള്ളാഹു റഹ്മത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എവിടെ വെച്ച് മരിച്ചാലും ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്കിടയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, രോഗികളുണ്ട്, അതുപോലെ തന്നെ മരണപ്പെട്ടവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മരിച്ചവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ. റബ്ബനാ തവഫനാ മുസ്ലിമീൻ വൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ ലാ തദഅ ലനാ ذنبا إلا غفرته ولا دينا إلا قضيته ولا ميتا إلا رحمته ولا مريضا إلا شفيته ولا بلاء إلا رفعته يا أرحم الراحمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. قوموا إلى صلاتكم.